ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1428 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 12 ശനിയാഴ്ച. 1200 ആണ്ട് മീനമാസം 29 ഗുരുവചനങ്ങളിലൂടെ ഏതു ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുമായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ 11ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ പ്രയോജനത്തിൽ കൊണ്ടുവരികയെന്നുള്ളത് അത്യന്തം ശ്രമകരമായ ഏർപ്പാടാണ്. ചിലതെല്ലാം അവിടുന്ന് സ്വന്തം തപസ്സിൻ്റെ ഭാഗമായി തിദിക്ഷയ്ക്കായി സ്വയം സ്വീകരിച്ച മുൾക്കിരീടങ്ങളാണ്. മറ്റു ചിലത് തികച്ചും പ്രാകൃതവും അപരിഷ്കൃതവും അനീതിപരവുമായ ആചാരങ്ങളെ ജനങ്ങളിൽ നിന്ന് പിഴുതുമാറ്റുവാനുള്ള പ്രതിഷേധമായിരുന്നു. വലിയൊരു പ്രമാണിയുടെ മാളികയിൽ ആതിഥ്യം സ്വീകരിക്കുവാൻ സന്നദ്ധനായി എത്തിയ ഗുരു മാളികപ്പുറത്ത് കോഴികൾ നിൽക്കുന്നത് കാണുകയാൽ അവിടെ കയറുവാൻ കൂട്ടാക്കാതെ മടങ്ങിപ്പോയി കളഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യത്തോടു കൂടി അവയ്ക്ക് തീറ്റ കൊടുത്തു വളർത്തി വളർച്ച മുറ്റുമ്പോൾ നാവിനെ പ്രീണിപ്പിക്കുവാനായി മാത്രം അവയുടെ കഴുത്തറത്ത് അല്പം പോലും കരുണയില്ലാതെ അവയെ തിന്നുവാൻ ആർത്തി പൂണ്ട് കഴിയുന്നവരോട് എങ്ങനെയാണ് അവിടത്തേക്ക് ഇണങ്ങുവാൻ കഴിയുന്നത്? തനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന വണ്ടിയിൽ കെട്ടിയ കാളയെ വണ്ടിക്കാരൻ ക്രൂരമായെന്ന് പ്രഹരിച്ചാൽ ഗുരു ഇറങ്ങി നടന്നു കളയും. 20 മൈൽ ഉച്ചവെയിലിൽ നടക്കേണ്ടതായി വന്നാലും ആ പാവപ്പെട്ട ജന്തുവിനോട് കാണിച്ച ക്രൂരതയിൽ അദ്ദേഹം പ്രതിഷേധിക്കാതെ ഇരിക്കുകയില്ല. തൻ്റെ അനുചരന്മാരാരെങ്കിലും മൂക്കറ്റം ഊണ് കഴിച്ചിട്ട് രാത്രിയിൽ കൂർക്കം വലിച്ച് മറ്റുള്ളവർക്ക് അസഹ്യതയുണ്ടാക്കുമെങ്കിൽ അടുത്ത രാത്രി വിശ്രമത്തിനായി താൻ അവരെ പിരിഞ്ഞ് വളരെ വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിക്കളഞ്ഞെന്ന് വരാം. ഗുരുവിന് രാത്രിയിൽ ഉറങ്ങാൻ ഏർപ്പാട് ചെയ്ത ഒരു വീട്ടിൽ ജനലിനടുത്ത് ആരോ തുപ്പിയത് കണ്ട് അവിടെ ലഭിച്ച സുഖസൗകര്യാദികളെല്ലാം ഉപേക്ഷിച്ച് ഒരു രാത്രി മുഴുവൻ നദീതീരത്ത് ഏകനായി കഴിച്ചുകൂട്ടി. സമ്പന്നനായ ആതിഥേയൻ എത്ര തന്നെ അപേക്ഷിച്ചിട്ടും ആ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ അവിടുന്ന് വഴങ്ങിയില്ല. അത്താഴം കഴിക്കാതെ ഇരുന്ന ഒരു രാത്രിയിൽ പാല് കുടിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. അത് കറവക്കാരൻ കന്നുകുട്ടിക്ക് കൊടുക്കുവാൻ ആവശ്യമുള്ളത്രയും പാല് പശുവിൻ്റെ അകിടിൽ ബാക്കി നിർത്താതിരുന്നതിൽ തനിക്ക് തോന്നിയ ദുസ്സഹമായ ദുഃഖത്താലായിരുന്നു. ഇങ്ങനെ സ്വജീവിതകാലം മുഴുവൻ സ്വയമേ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായ ജീവിതമൂല്യങ്ങൾ സമൂഹത്തിന് വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടി അവിടുന്ന് കരുതിക്കൂട്ടി തന്നെ സന്ദർഭങ്ങൾ ഉണ്ടാക്കി തനിക്ക് നൽകുവാനുള്ള സന്ദേശത്തെയും ബോധത്തെയും വെളിവാക്കിപ്പോന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.